ഹോർമുസ് ഉപരോധം തുടർന്ന US ഉപരോധത്തിന്റെ ഭാഗമായി 29 കപ്പലുകൾ തടഞ്ഞതായി US അറിയിച്ചു. ഹോർമുസിലൂടെ കടന്നുപോയ 2 കാർഗോ കപ്പലുകൾ IRGC ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. കപ്പലുകൾ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങളും ഐസൻ നൽകും. ഐസൻ, ഈ ഹോർമുസിലെ ഉപരോധം ട്രംപ് ഇത്തരത്തിൽ തുടരുമ്പോൾ, അമേരിക്കയുടെ ഈ ശക്തമായ നിലപാടിൽ തന്നെ അമേരിക്ക ഉറച്ചു നിൽക്കുമ്പോൾ ഇത്തരത്തിലാണ് ചർച്ചകൾ സാധ്യമാവുക. അതുമാത്രമല്ല, ഇറാൻ വഴങ്ങുമോ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ? തീർച്ചയായും ഇത് തന്നെയാണ് ഇപ്പോൾ ഇറാൻ US വിഷയത്തിൽ ഒരു പ്രതിസന്ധിയായി തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. അതായത് ഹോർമൂസിലെ ഇറാന്റെ കപ്പലുകൾ, അതായത് ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള ഇറാന്റെ പോർട്ടുകൾ അടയ്ക്കുന്ന ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പോർട്ടുകൾക്കെല്ലാം തന്നെ ഉപരോധം സൃഷ്ടിക്കുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഉപരോധം സൃഷ്ടിച്ചതോടുകൂടി സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇറാന്റെ പല പോർട്ടുകളിൽ നിന്നുള്ള എണ്ണ വിതരണം അല്ലെങ്കിൽ എണ്ണ ചൈനയിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം തന്നെ പ്രതിരോധിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ഷെയർഡ് ഓഫ് ഷിപ്പുകൾ മൂവ് ചെയ്യുന്നതെല്ലാം തന്നെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പൊ ഈ സാഹചര്യത്തിലാണ് പുതിയൊരു കണക്ക് അമേരിക്ക പുറത്തുവിട്ടത്. 29ഓളം കപ്പലുകളെ തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ തുറമുഖത്ത് തന്നെ തുടരാനുള്ള, തുറമുഖം വിട്ടുപോകുന്ന കപ്പലുകളെ തടയുകയും അതുപോലെ തന്നെ തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകളെ തിരിച്ചയക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് എന്നാണ് അമേരിക്ക ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ 2 കപ്പലുകൾ, ഒന്ന് പാനമയിലെ രജിസ്ട്രേഷനുള്ള ഒരു കപ്പലാണ് പിടിച്ചെടുത്തത്. അതുപോലെ തന്നെ മറ്റൊരു കപ്പൽ കൂടി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആദ്യത്തെ കപ്പൽ MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് ഓപ്പറേഷന്റെ ഒരു കപ്പലാണെങ്കിൽ മറ്റൊരു കപ്പൽ യുഫോറിയ എന്നതിന്റെ പേര് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഏത് കപ്പലുടമയുടെയാണെന്നോ എന്നെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിൽ 2 കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ആ കപ്പലുകൾ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. IRGC ആണ് കപ്പലുകൾ പിടിച്ചെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. IRGC തന്നെയാണ് ഉപരോധം ശക്തമാക്കുകയും കപ്പലുകൾ പിടിച്ചെടുക്കുകയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുമെന്ന ഒരു നിലപാട് IRGC ആണ് നേരിട്ട് അറിയിക്കുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ IRGC ഒരു വെല്ലുവിളിയായി തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചോളം തുടരുന്നത്. അമേരിക്ക IRGCയെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ മതപരമായ ഒരു നീക്കങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സേനയെ ഇല്ലാതാക്കുക എന്ന നിലപാട് അമേരിക്കയ്ക്ക് കൃത്യമായുണ്ട്. പക്ഷേ ആ സേന തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഒരു വെല്ലുവിളിയായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഹോർമുസ് ഉപരോധം, അമേരിക്ക ഹോർമുസിലെ ഇറാൻ പോർട്ടുകളെ ഉപരോധിക്കുന്നത് തുടരുമെന്നും ഹോർമുസിലെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കി ഗതാഗതം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നത് തടയുമെന്ന് ഇറാനും തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഇത് ചർച്ചകളെ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യുദ്ധമുണ്ടാകുമോ എന്ന ആ ഒരു ആശങ്ക താൽക്കാലികമായി ഒഴിവുന്നുണ്ട് എങ്കിൽ കൂടി ഈ പ്രശ്നം സങ്കീർണമായി ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത. അതായത് ഹോർമുസിൽ ഇപ്പോഴും കാര്യങ്ങൾ സങ്കീർണമാണ്. 29ഓളം കപ്പലുകൾ അമേരിക്ക തടഞ്ഞിരുന്നു. അതുപോലെ തന്നെ 2 കാർഗോ കപ്പലുകളാണ് ഇറാൻ പിടിച്ചെടുത്തത്. ഇത് ഏതെല്ലാം രാജ്യങ്ങളുടെ കപ്പലുകളാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.